കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ശത്രു രാജ്യങ്ങൾക്ക് കൃത്യമായ പണി കൊടുക്കുകയാണ് നമ്മുടെ രാജ്യം ഇന്ത്യയും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഇപ്പോഴിതാ അസർബൈജാന് ഇന്ത്യ കൊടുത്ത ഒരു 8ന്റെ പണിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്, ലോകരാജ്യങ്ങൾ ചർച്ചയാക്കുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നത്. അതെന്താണെന്നല്ലേ, ഇന്ത്യ SCO മീറ്റിങ്ങിന് പോയിരുന്നു, അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിങ്ങിന് പോയിരുന്നു. ഈ മീറ്റിങ്ങിന് അസർബൈജാനും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ശത്രുരാജ്യമാണ് അസർബൈജാൻ. അസർബൈജാൻ ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യ അർമേനിയയ്ക്ക് ആയുധങ്ങൾ കൊടുത്തപ്പോഴും ഇന്ത്യയുടെ ആയുധങ്ങൾ എല്ലാം തന്നെ ഒരു കാശിനും കൊള്ളില്ല എന്ന് പറഞ്ഞു നടന്ന അസർബൈജാൻ അവസാനം അർമേനിയ അസർബൈജാനെ ആക്രമിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യൻ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ അസർബൈജാൻ തെക്കും വടക്കും ഓടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ബാക്ക്ഡോറിലെത്തി അവർ മുട്ടുകയും ഇന്ത്യൻ ആയുധങ്ങൾ ഞങ്ങൾക്ക് കൂടി തരണം എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായില്ല. എന്നാൽ അർമേനിയയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഇന്ത്യ തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അസർബൈജാന് ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, അതായത് ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ വീറ്റോസ് അസർബൈജാൻസ് ഫുൾ മെമ്പർഷിപ്പ് ഇൻ SCO എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ പറയുന്നത്. അസർബൈജാൻ ഹാഡ് സെറ്റ് ഹ്യൂജ് അംബിഷൻസ് ഓഫ് ബിക്കമിങ് എ ഫുൾ മെമ്പർ ഓഫ് SCO, അതായത് ഷാങ്ഹായ് കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ എത്തിയപ്പോൾ തന്നെ ഇതിൽ ഒരു ഫുൾ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത് അസർബൈജാൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അതിനാണ് ഇന്ത്യ ഇപ്പോൾ തുരങ്കം വച്ചിരിക്കുന്നത്. ഇറ്റ് ഹാഡ് ഓപ്പൺലി സപ്പോർട്ടഡ് പാകിസ്ഥാൻ ആൻഡ് തുർക്കി ഡ്യൂറിംഗ് ഓപ്പറേഷൻ സിന്ദൂർ. നൗ ഇന്ത്യ ഹാസ് ബ്ലോക്ക്ഡ് അസർബൈജാൻസ് എൻട്രി ഇൻ ടു ദ SCO. ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയെയും പാകിസ്ഥാനെയും അങ്ങേയറ്റം പിന്തുണയ്ക്കുകയും കൈയയച്ച് സഹായിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഈ അസർബൈജാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അസർബൈജാനോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.